അമ്മായിയമ്മ വീട്ടിലേക്ക് വരുന്നെന്ന് കേൾക്കുമ്പോഴേ അജേഷിന് ചെറിയൊരു വെപ്രാളമുണ്ട്. അതിൻ്റെ യഥാർത്ഥ കാര്യങ്ങളാണ് ഇന്ന് അജേഷ് പറയുന്നത്. മാഡം, എൻ്റെ പേര് അജേഷ്, യഥാർത്ഥ പേരല്ല. എനിക്ക് 29 വയസ്സുണ്ട്. എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് 2 വർഷമായി. ഞാൻ വിവാഹം കഴിച്ച് എൻ്റെ ഭാര്യയും കൊണ്ട് ആദ്യം ഗൾഫിലേക്ക് പോകുകയായിരുന്നു. ഞാനും എൻ്റെ ഭാര്യയും സോഷ്യൽ മീഡിയ വഴിയാണ് കണ്ടുമുട്ടിയത്. 2 വർഷക്കാലം അങ്ങനെ ഗൾഫിലിരുന്ന് പ്രേമിച്ചു. നാട്ടിൽ വന്നപ്പോൾ കണ്ടു. പിന്നെ വീട്ടുകാരോട് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും വീട്ടുകാർക്ക് അതിൽ പ്രശ്നമൊന്നുമില്ല. കല്യാണം കഴിഞ്ഞ് അവളെ എൻ്റെ കൂടെ കൊണ്ടുവരാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു. അങ്ങനെയാണ് വിവാഹം കഴിഞ്ഞ് അധിക നാൾ കഴിയുന്നതിന് മുമ്പ് തന്നെ ഞാനും ഭാര്യയും കൂടെ ഗൾഫിലേക്ക് വന്നത്. ഭാര്യയുടെ വീട്ടിൽ അമ്മായിച്ചനും അമ്മായിമ്മയുണ്ട്. ഒരു സഹോദരനുണ്ട്. ആ സഹോദരനും ഗൾഫിലാണ്. അവൻ കല്യാണം കഴിച്ചിട്ടില്ല. ഞങ്ങൾ കല്യാണം കഴിച്ച് ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴേക്കും സഹോദരൻ്റെ ജോലിയും ഇവിടെ അടുത്ത് തന്നെയായി. അതുകൊണ്ട് ഞങ്ങൾക്കൊരു കൂട്ടുണ്ടായിരുന്നു. മത്സര പരീക്ഷകളൊക്കെ എഴുതാൻ എൻ്റെ ഭാര്യ മിടുക്കിയാണ്. ഒരു സ്ഥിരം ജോലി വേണമെന്ന് അവൾക്ക് നിർബന്ധമുണ്ടായിരുന്നു. ഇടയ്ക്ക് ഗൾഫിൽ നിന്ന് വന്ന് അവൾ പരീക്ഷ എഴുതുമായിരുന്നു. കുറച്ചു കാലത്തിന് മുമ്പ് അവൾക്ക് ഒരു അപ്പോയിൻമെൻറ്റ് കിട്ടി. അങ്ങനെ ഞങ്ങൾ നാട്ടിലേക്ക് വന്നു. അത് കഴിഞ്ഞപ്പോൾ അവൾ എന്നോട് പറഞ്ഞു, ചേട്ടാ ഇവിടെ നിൽക്കുക, നമുക്ക് ഇവിടെ തന്നെ ജീവിക്കാം, ഗൾഫിലൊന്നും പോകണ്ട എന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഇനിയിപ്പോൾ അവൾക്ക് സ്ഥിരം ജോലിയാണല്ലോ, പ്രശ്നമൊന്നുമില്ല. അതുകൊണ്ട് നാട്ടിൽ എന്തെങ്കിലും സെറ്റിലാകാമെന്ന് വെച്ചിട്ട് ഞാനും ഇവിടെ ഒരു സ്ഥാപനം തുടങ്ങി. അത് നല്ല രീതിയിൽ പോകുന്നുമുണ്ട്. അങ്ങനെ ഭാര്യ ഞാനും നാട്ടിൽ സെറ്റിലായി. ഇതിനിടയ്ക്ക് അമ്മായിച്ചൻ മരിച്ചുപോയി. അമ്മായിമ്മ വളരെ ഡെസ്പായിരുന്നു. ആ സമയത്ത് കൂടിയാണ് ഞങ്ങൾ നാട്ടിൽ വന്നത്. അതുകൊണ്ട് മിക്കവാറും ദിവസങ്ങളിൽ ഞങ്ങൾ അമ്മായിമ്മയുടെ കൂടെ പോയി നിൽക്കും. എന്തായാലും അളിയനും ഗൾഫിലെ ജോലി കളഞ്ഞിട്ട് ഇവിടെ ഒന്നും നിൽക്കാൻ പറ്റില്ല. അമ്മയെ ഞങ്ങൾ നോക്കിക്കോളാമെന്ന് ഏറ്റിട്ടാണ് അവൻ സമാധാനമായി ഗൾഫിൽ ജോലി ചെയ്യുന്നത്. എന്തായാലും അച്ഛൻ മരിച്ചു കഴിഞ്ഞപ്പോഴേക്കും അമ്മയ്ക്ക് വളരെ ദുഃഖമായിരുന്നു. അതിൽ ഞങ്ങൾ കൂട്ടുനിന്നു. പതുക്കെ പതുക്കെയാണ് അമ്മയൊന്ന് റിക്കവറായത്. അവർ തമ്മിൽ വളരെ അടുപ്പത്തിലായിരുന്നു. ഇപ്പോഴും പ്രണയമുള്ളവരെ പോലെയായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചുകൊണ്ടിരുന്നത്. പിന്നെ 2 പേർക്കും അത്ര വലിയ പ്രായമൊന്നുമില്ല. ഇനിയും ഒത്തിരി കാലം അടിപൊളിയായിട്ട് ജീവിക്കേണ്ട ആൾക്കാരായിരുന്നു. എന്ത് ചെയ്യാനാണ്, അച്ഛൻ പെട്ടെന്ന് ഇങ്ങനെ മരിച്ചു പോകും, ഹാർട്ട് അറ്റാക്ക് വന്നെന്ന് ആര് കണ്ടു. എന്തായാലും ഞങ്ങൾ കൂടെ നിന്നതുകൊണ്ട് അമ്മ നന്നായി റിക്കവറായി. അത് കഴിഞ്ഞ ശേഷം അമ്മ പറഞ്ഞു, ഇനിയിപ്പോൾ എൻ്റെ കൂടെ നിന്നില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നിങ്ങളുടെ കാര്യം നോക്കൂ. കാര്യം ഈ വീട്ടിൽ വന്നു നിന്ന് അവളുടെ ജോലിയും പിന്നെ എൻ്റെ ബിസിനസ്സും ഒക്കെ നോക്കി നടത്തുക എന്ന് പറഞ്ഞത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അങ്ങനെയാണ് ഞങ്ങളുടെ വീട്ടിലേക്ക് തിരിച്ചു പോയത്. എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മ മാത്രമേ ഉള്ളൂ. പക്ഷേ എന്തോ കല്യാണം കഴിച്ചതിൽ പിന്നെ എൻ്റെ വീട്ടിൽ നിൽക്കാൻ അമ്മയ്ക്ക് വലിയ താല്പര്യമൊന്നുമില്ല. അമ്മായിമ്മയും മരുമകളും തമ്മിൽ വലിയ പ്രശ്നമൊന്നുമില്ല. അമ്മ വേറെ പെൺമക്കളുണ്ട്, അവരുടെ വീട്ടിലേക്ക് അങ്ങ് പോകും. വല്ലപ്പോഴും മാത്രമേ അവിടെ നിൽക്കുകയുള്ളൂ. എൻ്റെ ഭാര്യയ്ക്ക് അത് വല്ലാത്ത വിഷമമായിരുന്നു. അവളെ ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണ് അമ്മ ഇവിടെ നിൽക്കാത്തതെന്ന് പറയും. പക്ഷേ അങ്ങനെയല്ല, പെൺമക്കളോട് കൂടുതൽ കൂറുണ്ട്. അതുകൊണ്ടാണ് അമ്മ പോകുന്നതെന്ന് എനിക്കും തോന്നി. എന്തായാലും ഞാനും ഭാര്യയും തന്നെയാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവിതം. പിന്നെ വൈഫിന് വിശേഷമൊന്നും ആകാത്തത് കൊണ്ട് ഞങ്ങൾ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും അവൾക്ക് ചെറിയ പ്രശ്നങ്ങളുണ്ട്. എനിക്കാണെങ്കിൽ അതിൽ ദുഃഖമൊന്നുമില്ല. കാരണം ഒരു 3-4 വർഷം കഴിഞ്ഞ് കുട്ടികൾ മതിയെന്നായിരുന്നു എനിക്ക് തോന്നിയിട്ടുള്ളത്. കാര്യം ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കാനുള്ള ഒരു താല്പര്യമൊന്നും ഞങ്ങൾക്ക് 2 പേർക്കുമില്ല. പിന്നെ അവൾക്ക് ട്രീറ്റ്മെൻറ്റ് നടക്കുന്നുമുണ്ട്. അങ്ങനെയാണ് എൻ്റെ കാര്യങ്ങൾ. പിന്നെ ഞങ്ങൾ 2 പേരും തനിയായി കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ ശരിക്കും ബിസി ആയതുപോലെ തോന്നി. കാര്യം അവൾ രാവിലെ ജോലിക്ക് പോകും, ഞാനാണെങ്കിൽ ബിസിനസ്സിന് പുറകെ പോകും. അവൾ വൈകുന്നേരം 6 മണിയാകുമ്പോഴാണ് വരുന്നത്. ഞാൻ വരുമ്പോൾ ചിലപ്പോൾ 10 മണിയാകും. അങ്ങനെ രാത്രി മാത്രം കണ്ടുമുട്ടുന്ന 2 ആളുകളായി ഞങ്ങൾ മാറി. പിന്നെ അവധി ദിവസങ്ങളിലോ ഞായറാഴ്ചയൊക്കെയാണ് ഞങ്ങൾ എവിടെയെങ്കിലും ഒന്ന് കറങ്ങാൻ പോവുക. ശരിക്കും നേരത്തെ റിലാക്സായി ജീവിച്ചതുപോലെയല്ല ഇപ്പോൾ. കുറച്ചുകൂടി ഒരു വേഗം വന്നപോലെ തോന്നി. ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ അമ്മായിമ്മയുടെ അടുത്ത് പോകും. ഒരു ദിവസം അവിടെ താമസിക്കുകയും ചെയ്യും. അമ്മയ്ക്ക് അപ്പോൾ പ്രശ്നമൊന്നുമില്ല, സന്തോഷവതിയാണ്. പിന്നെ പണമൊക്കെയുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ബന്ധുക്കളൊക്കെ വന്ന് അന്വേഷിക്കുന്നുമുണ്ട്. തന്നെ കഴിയാൻ യാതൊരു ഭയവുമില്ല. അമ്മ പഴയതുപോലെ തൻ്റെ ഇടയായിരിക്കുന്നു. പെട്ടെന്ന് ദുഃഖത്തിൽ നിന്ന് റിക്കവർ ചെയ്തു. അവർ നല്ല വിൽ പവറുള്ള ഒരാളാണെന്ന് എനിക്ക് തോന്നി. ഒരു ദിവസം ഞങ്ങളവിടുള്ളപ്പോൾ ഉച്ചയ്ക്ക് ഭാര്യ പറമ്പിലൊക്കെ നടന്നിട്ട് വന്നു. എന്നിട്ട് എന്നെ കണ്ണ് കാണിച്ച് വിളിച്ചു. ഞാൻ ചോദിച്ചു എന്താണെന്ന്. ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. എന്നെ വിളിച്ചുകൊണ്ട് പറമ്പിലേക്ക് പോയി. എന്നിട്ട് പറമ്പിൻ്റെ സൈഡിൽ മതിലിന് അരികിൽ എന്നെ കൈ ചൂണ്ടിക്കാണിച്ചു. ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും അവിടെ യൂസ് ചെയ്ത ഉറ പോലെ എന്തോ കിടക്കുന്നു. സൂക്ഷിച്ചു നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും അത് തന്നെയാണ്. ഇത്തിരി അപ്പുറത്തേക്ക് മാറി ഒന്നുകൂടിയുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, എടി ഇതിന് തൊട്ട് സൈഡിൽ കൂടെ നല്ലൊരു റോഡല്ലേ, എനിക്ക് തോന്നുന്നു അമ്മ മാത്രമേ ഇവിടെ താമസമുള്ളൂ,
പിന്നെ പുറകുവശത്തോട്ട് കുറെ പുരയിടമുണ്ട്, വാഴത്തോപ്പും കപ്പയൊക്കെ ഉണ്ട്. അപ്പോൾ മതിൽ ചാടി വന്നിട്ട് ഇവിടെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണിക്കാൻ എളുപ്പമല്ലേ? സാമൂഹ്യ വിരുദ്ധർ എന്ത് വേണമെങ്കിലും കാണിക്കുമല്ലോ. ഇവിടെ ഇപ്പോൾ നോക്കുമ്പോഴേക്കും ഇത്രയും മരങ്ങളൊക്കെ വളർന്നു നിന്ന് ഒളിവ് മറവ് സ്ഥലങ്ങളുള്ള മറ്റു പുരയിടം കാണില്ലായിരിക്കും. അതുകൊണ്ടാണ് അമ്മയോട് പറയണമെന്ന് അവൾ ചോദിച്ചു. ഞാൻ പറഞ്ഞു പറയണ്ട, അമ്മ പേടിക്കും. കാര്യം രാത്രി പറമ്പിൽ ആളുകൾ കയറുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തനിയെ കഴിയുന്ന അമ്മയ്ക്ക് പേടിയല്ലേ. അതുകൊണ്ട് നമ്മൾ ഒന്ന് ശ്രദ്ധിക്കണം, നമുക്കൊരു CCTV വെക്കാമെന്ന് പറഞ്ഞു. എന്തായാലും ഇത്തിരി കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ആ കാര്യം അവതരിപ്പിച്ചു. അമ്മ തനിയല്ലേ ഉള്ളൂ, അതുകൊണ്ട് നമുക്ക് പുറകുവശത്തും മുൻവശത്തൊക്കെ ഒരു CCTV വെക്കാം. അതാകുമ്പോൾ ഞങ്ങൾക്ക് മൊബൈലിരുന്ന് കാണുകയും ചെയ്യാമല്ലോ, എല്ലാം കണക്റ്റഡ് ആണ് എന്ന് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു, ഇവിടെ CCTVയുടെ ആവശ്യമൊന്നുമില്ല. കാര്യം ഇവിടെ ആരും ശല്യത്തിന് വരാത്ത ഒരു സ്ഥലമാണ്, എല്ലാം നല്ല ആൾക്കാരാണ്. ഒന്ന് വിളിച്ചാൽ അപ്പുറത്തു നിന്ന് ആര് വേണമെങ്കിലും വരും. ഞാനിവിടെ സുരക്ഷിതയാണ്, അതുകൊണ്ട് ഇവിടെ കള്ളന്മാരൊന്നും വരില്ല. പിന്നെ കള്ളന്മാർ വന്ന് എടുത്തോണ്ട് പോകാൻ ഇവിടെ എന്തിരിക്കുന്നു? എൻ്റെ സ്വർണ്ണമൊക്കെ ലോക്കറിലാണ്. പണം ഞാൻ ഒരു 5000 രൂപയിൽ കൂടുതൽ ഇവിടോട്ട് സൂക്ഷിക്കുകയില്ല. അതുകൊണ്ട് ഇവിടെ കള്ളന്മാരൊന്നും വരില്ല. എന്തിനാണ് അനാവശ്യമായി പണം ചിലവാക്കുന്നത് എന്ന് പറഞ്ഞു. എന്നിട്ട് ഒരു 20 മിനിറ്റോളം ആ നാട് സേഫാണ്, ഇതിനൊന്നും ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞ് ഓരോ കഥകൾ പറഞ്ഞു. അങ്ങനെയുള്ള ആവേശ കഥകൾ കേട്ടപ്പോഴേ എനിക്കെന്തോ ഡൗട്ടടിച്ചു. കാര്യം അമ്മയ്ക്ക് എന്തോ ഒളിക്കാനും മറയ്ക്കാനുമുണ്ട്. അല്ലെങ്കിൽ ഒരു CCTVയുടെ കാര്യം പറഞ്ഞപ്പോഴേക്കും ഇത്രയ്ക്കും എതിർക്കുകയും മറക്കുകയൊന്നും ചെയ്യേണ്ട കാര്യമില്ല. എനിക്ക് ആകെ ഡൗട്ടായി. എൻ്റെ ഭാര്യയ്ക്ക് അത് പിടികിട്ടിയില്ല. എങ്കിൽ വേണ്ട അമ്മ സേഫാണെങ്കിൽ പിന്നെന്താ എന്ന് ഞാൻ പറയുകയും ചെയ്തു. പക്ഷേ പിന്നീട് എൻ്റെ വൈഫ് ഒന്നും പറഞ്ഞില്ല. അതുകൊണ്ട് ഞാൻ അവളോട് പറഞ്ഞു, എടി നീ എൻ്റെ പേര് പറയണ്ട, അത് നീ കണ്ടു, നീ മാറ്റിയിട്ടു എന്ന് പറഞ്ഞേരെ. കാര്യം പറമ്പിൽ ആരോ കയറുന്നുണ്ടെന്ന് നിനക്ക് സംശയമുണ്ട്, അതുകൊണ്ട് അമ്മ സൂക്ഷിക്കണമെന്നങ്ങ് പറ, അല്ലാതെ CCTVയുടെ കാര്യം നീ ഇനി പറയാൻ പോകണ്ടെന്ന് പറഞ്ഞു. എങ്കിൽ ഞാൻ പറഞ്ഞേക്കാം ചേട്ടാ എന്ന് പറഞ്ഞു. പിന്നീട് ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും വൈഫ് പറഞ്ഞു, ഞാൻ അമ്മയോട് പറഞ്ഞായിരുന്നു, അങ്ങനെയൊക്കെ ഉണ്ടോ, ചിലപ്പോൾ പറമ്പിലൊന്നും കയറുന്നതായിരിക്കില്ല, അപ്പുറത്ത് റോഡ് സൈഡല്ലേ, അവിടെ നിന്നിട്ടും അവരും എല്ലാം കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വലിച്ചെറിയുന്നതായിരിക്കും അമ്മ പറഞ്ഞെന്നും, അവിടെ ചിലപ്പോൾ സ്കൂട്ടറൊക്കെ കൊണ്ട് നിർത്തിയിട്ടും ബൈക്ക് കൊണ്ട് നിർത്തിയിട്ടൊക്കെ പിള്ളേർ സെറ്റുകളൊക്കെ എന്തൊക്കെയോ കാര്യങ്ങളുണ്ടത്രേ, അതൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അതാണ്, അല്ലാതെ ഇവിടുത്തെ പറമ്പിലൊന്നും ആരും കയറില്ല, അമ്മ ഇടയ്ക്കിടെ പോയി നോക്കാറുള്ളതാണെന്നൊക്കെ പറഞ്ഞെന്നും. അത് കേട്ടപ്പോൾ എനിക്ക് മറുപടിയില്ല. അങ്ങനെങ്കിൽ അങ്ങനെ എന്ന് പറഞ്ഞ് ഞാൻ ആ വിഷയം അങ്ങ് കളഞ്ഞു. പക്ഷേ എൻ്റെ മനസ്സിൽ നിന്നല്ല കളഞ്ഞത്, ഭാര്യയോടോ അമ്മായിമ്മയോടോ സംസാരിക്കുന്ന കാര്യങ്ങൾ ഞാനങ്ങ് നിർത്തി. എന്നാലും എനിക്ക് അന്ന് തൊട്ട് അമ്മായിമ്മയെ നല്ല ഡൗട്ടുണ്ട്. എന്നാലും ഇതിന് പിന്നിൽ അമ്മായിമ്മയാണെന്ന് എനിക്കങ്ങ് തോന്നി. അവരെന്തെങ്കിലും ആയിക്കോട്ടെ, അവരുടെ ജീവിതം അവർ ആസ്വദിക്കുകയായിരിക്കും, അതിന് ഞാൻ അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. പക്ഷേ പൊല്ലാപ്പുകളൊന്നും ഉണ്ടാക്കി വെക്കാതിരുന്നാൽ മതി എന്ന് ഞാൻ മനസ്സിലോർത്തു. അവരെ കുറ്റം പറയാൻ പറ്റില്ല, ചെറുപ്പമാണല്ലോ. ഒരു ദിവസം ബിസിനസ്സിൻ്റെ ഭാഗമായി എനിക്ക് അമ്മാമ്മയുടെ വീടിൻ്റെ മുന്നിലുള്ള ആ റോഡിൽ കൂടി നിന്ന് പോകേണ്ടി വന്നു. ഞാൻ കാർ നിർത്തി അവിടെ നിന്ന് ഇറങ്ങി. അപ്രതീക്ഷിതമാണേ. പക്ഷേ ഞാൻ വീട്ടിലേക്ക് ചെന്ന് കയറിയപ്പോൾ പെട്ടെന്ന് തന്നെ വാതിൽ തുറന്നു. അതിനകത്തു നിന്നും ഒരു ചെറുപ്പക്കാരൻ, 10-25 വയസ്സ് കാണും. അവൻ മുന്നിലിറങ്ങി വന്നു. പുറകെ അമ്മായിമ്മയും. എന്നെ കണ്ട് രണ്ടുപേരും ഒന്ന് ഞെട്ടി. ഉടനെ അമ്മായിമ്മ എന്നോട് പറഞ്ഞു, മോനെങ്ങനെ വന്നു? ഞാൻ പറഞ്ഞു, ഇതുവഴി പോയപ്പോൾ കയറിയതമ്മേ. ഇതേ നമ്മുടെ വാഷിംഗ് മെഷീൻ്റെ പ്രശ്നം, വാഷിംഗ് മെഷീൻ നോക്കാൻ വന്ന ഇവിടെ അടുത്തുള്ള ടെക്നീഷ്യനാണ്, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കേടായി കഴിഞ്ഞാൽ ഇവനാണ് വന്ന് നോക്കുന്നത് എന്ന് പറഞ്ഞു. ഞാനൊന്നും മിണ്ടിയില്ല. അവൻ എന്നെ ചിരിച്ചു കാണിച്ചു, ഞാനും ചിരിച്ചു കാണിച്ചു. അപ്പോഴേക്കും അമ്മായിമ്മ വെപ്രാളപ്പെട്ട്, വാ മോനെ വാ, അകത്ത് കയറി വാ എന്ന് പറഞ്ഞ് അകത്തേക്ക് കൊണ്ടുപോയി. മോൻ എന്താ ചായ വേണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ചായ ഇടൂ. അങ്ങനെ ചായ ഇട്ടു, പലഹാരങ്ങളൊക്കെ കൊണ്ടുവച്ചു. ആകെ കൂടി അവർ അസ്വസ്ഥയാണെന്ന് എനിക്ക് തോന്നി. അതുമാത്രമല്ല, വീർപ്പ് ഒഴുകുന്ന മുഖം, പിന്നെ മുടിയൊക്കെ ആണെങ്കിൽ ചിതറി പാറിപ്പറന്ന് കിടക്കുന്നു, ആകെ ഉലഞ്ഞു പോയതുപോലെ. പക്ഷേ എനിക്കെന്തെങ്കിലും ചോദിക്കണമെന്നുണ്ട്, ചോദിക്കാനൊട്ട് മനസ്സ് വരുന്നില്ല. എന്നാലും എനിക്ക് കുറച്ചു നേരം കഴിഞ്ഞപ്പോഴില്ലേ ഇത് ചോദിക്കണം എന്നുള്ള ഒരു മനസ്ഥിതി അങ്ങ് വന്നു. അത് എൻ്റെ തെറ്റാകാം. ഞാൻ പറഞ്ഞു, അമ്മ എനിക്കൊരു കാര്യം തുറന്നു ചോദിക്കാനുണ്ട്. ഇപ്പം അമ്മയുടെ മോള് ഇവിടെ ഇല്ലല്ലോ, എന്താ? ഈ പറമ്പിൽ നിന്ന് പല സമയത്തും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാനും എൻ്റെ ഭാര്യയും കണ്ടെത്തിയിട്ടുണ്ട്. അപ്പുറത്തെ റോഡിൽ നിന്ന് എറിയുന്നതാണെന്ന് അമ്മ പറഞ്ഞെന്ന് അവൾ എന്നോട് പറഞ്ഞു. അത് കണ്ടിട്ട് ഇങ്ങനെ അപ്പുറത്തെ റോഡിൽ നിന്ന് വന്ന് വീണതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവിടെ എന്തൊക്കെയോ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ വാഷിംഗ് മെഷീൻ നന്നാക്കാൻ വന്ന ആൾ എന്ന് പറഞ്ഞ് അമ്മ
പരിചയപ്പെടുത്തിയ ആ ചെക്കൻ അവൻ വാഷിംഗ് മെഷീൻ നന്നാക്കാൻ വന്നതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ദുരൂഹമാണ് അമ്മയുടെ ഓരോ കാര്യങ്ങളും. ഞാൻ ഇതൊന്നും അങ്ങോട്ട് വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അമ്മായിമ്മ എന്നെ തുറച്ചു നോക്കി. നീ എന്തിനാണ് വിശ്വസിക്കുന്നത്? നീ എൻ്റെ കാര്യത്തിൽ ഇടപെടേണ്ട കാര്യമില്ല. ഇനി അവൻ വാഷിംഗ് മെഷീൻ നന്നാക്കാൻ വന്നതല്ല, കിണർ കുത്താൻ വന്നാണെങ്കിൽ നിനക്കെന്താ? നീ ഇത് ശ്രദ്ധിക്കേണ്ട കാര്യമേ ഇല്ല. ഇത് എൻ്റെ വീടാണല്ലോ, എൻ്റെ ഇഷ്ടങ്ങൾ ഇവിടെ നടക്കണം. അമ്മേ, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ അമ്മ കുറച്ച് ശ്രദ്ധ പുലർത്തണം. ഇതിപ്പോൾ ആരെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ, അമ്മയുടെ മോൾ അറിഞ്ഞാൽ, ബന്ധുക്കൾ അറിഞ്ഞു കഴിഞ്ഞാൽ അവർ എന്ത് വിചാരിക്കും? പിന്നെ ഈ കാര്യങ്ങളൊക്കെ നല്ലതാണെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ എന്ന് പറഞ്ഞപ്പോൾ അമ്മ എൻ്റെ മുഖത്ത് സൂക്ഷിച്ച് നോക്കിയിട്ട് പറഞ്ഞു, ഈ കാര്യങ്ങൾ നല്ലതാണോ ചീത്തയാണോന്ന് എനിക്ക് നേരത്തെ അറിയാം. കാര്യം എൻ്റെ കല്യാണമാണല്ലോ ആദ്യം കഴിഞ്ഞത്. അതുകൊണ്ട് ഈ കാര്യം നിന്നേക്കാൾ മുന്നേ അറിഞ്ഞവൾ ഞാനാണ്. ഇനി ഞാനൊരു കാര്യം തുറന്നു പറയാം. പണ്ടേ എനിക്ക് ആഗ്രഹങ്ങൾ ഇത്തിരി കൂടുതലുള്ള കൂട്ടത്തിലാണ്. എൻ്റെ ഭർത്താവ് എന്നെ വളരെ സ്നേഹിച്ച് എൻ്റെ ആഗ്രഹങ്ങളുടെ കൂടെ നിന്ന് എപ്പോഴും മുന്നോട്ട് കൊണ്ടുപോയിരുന്ന ഒരാളാണ്. പെട്ടെന്ന് അദ്ദേഹം ഹാർട്ട് അറ്റാക്ക് വന്ന് മരിക്കുമെന്ന് ഞാൻ ഓർത്തില്ല. അത്രയും നല്ല ഒരു പാർട്ണറെ നഷ്ടപ്പെടുമ്പോൾ ആർക്കാണെങ്കിലും വിഷമം വരും, ഡിപ്രഷനും വരും. അതാണ് എനിക്ക് വന്നത്. പക്ഷെ നിങ്ങളെല്ലാവരും കൂടി വന്നിട്ട് ഞാൻ അതിൽ നിന്ന് കരകയറി കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് പിന്നെയും എൻ്റെ ആഗ്രഹങ്ങൾ ബാക്കിയാണ്. ഞാൻ ഒത്തിരി ശ്രമിച്ചു നോക്കി, പക്ഷേ ആഗ്രഹങ്ങൾ അടക്കാൻ എനിക്ക് പറ്റുന്നില്ല. അങ്ങനെയായപ്പോൾ പിന്നെ എന്ത് ചെയ്യാനാണ്? ഞാൻ എപ്പോഴും എൻ്റെ കണ്ണുകൾ കൊണ്ട് പരതിക്കൊണ്ടിരുന്നു എന്നെ ഇഷ്ടപ്പെടുന്ന ആരെങ്കിലും അടുത്തുണ്ടോ എന്ന്. അങ്ങോട്ട് കയറി ട്യൂൺ ചെയ്യാനൊന്നും എനിക്ക് വയ്യ. പിന്നെ ഈ പയ്യൻ എന്നോട് ഇങ്ങോട്ട് സംസാരിക്കാൻ തുടങ്ങിയതാണ്. അങ്ങനെയാണ് ഞങ്ങൾ പരിചയമായതും. ആദ്യമൊക്കെ ഞാൻ അവനെ വീട്ടിലേക്ക് വിളിക്കുമ്പോൾ അവന് പേടിയായിരുന്നു. അവൻ പറഞ്ഞു, ഞാൻ പുറകുവശത്തെ ആ ഒരു സ്ഥലത്തൂടെ വരാം, മതിൽ ചാടിക്കടക്കാം, പുറത്ത് മതി, വീടിനകത്തേക്ക് കയറണ്ടെന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു വേണ്ട, അത് റിസ്ക് ആണെന്നൊക്കെ പറഞ്ഞതാണ്. പക്ഷേ അവനാണെങ്കിൽ ഇത്തിരി പേടിത്തൊണ്ടനായിരുന്നു ആദ്യം. അങ്ങനെയാണ് പുറത്തുള്ള സ്ഥലങ്ങൾ ഞങ്ങളുടെ ഒരു ആവാസ കേന്ദ്രമായി മാറിയതും. അന്ന് അവൻ ആദ്യമൊക്കെ ഒത്തിരി ഇഷ്യൂസ് ഉണ്ടായിരുന്നു. എനിക്കെന്തെങ്കിലും അബദ്ധം സംഭവിക്കുമെന്നൊക്കെ. ഞാൻ പറഞ്ഞതാണ്, കുഴപ്പമൊന്നുമില്ല, എൻ്റെ കല്യാണം കഴിഞ്ഞിട്ടും കുട്ടികളൊക്കെ മുതിർന്നല്ലേ, ഇനി പ്രശ്നമൊന്നും ഉണ്ടാകില്ലെന്ന്. എന്നാലും അവനുള്ള പേടി കാരണമാണ് ആദ്യ കാലഘട്ടത്തിൽ അങ്ങനെയുള്ള തെളിവുകൾ അവിടെ ഉപേക്ഷിച്ചത്. അവനോട് ഞാൻ പറഞ്ഞതാണ് ശ്രദ്ധിക്കണമെന്ന്. പക്ഷേ ആ സ്ഥലത്തേക്ക് അധികം ആരും വരുന്നില്ലല്ലോ, അതുകൊണ്ട് നിങ്ങൾ കണ്ടുപിടിക്കുന്ന ഓർത്തില്ല. പിന്നെ ഞാൻ അവനോട് പറഞ്ഞു, ഇതൊന്നും വേണ്ട, നീ ഡയറക്റ്റായിട്ട് അന്തപുരത്തിലേക്ക് വരൂ എന്ന് പറഞ്ഞ് ഇപ്പോൾ അവനെ ഞാൻ പല പണികൾക്കും വിളിക്കും. കാര്യം അവൻ വാഷിംഗ് മെഷീൻ നന്നാക്കും, ഇലക്ട്രീഷ്യനാണ്, വേറെ പ്രശ്നമൊന്നുമില്ല. ആ പേരിലൊക്കെ അവനിവിടെ വരാമല്ലോ. അങ്ങനെ അനുകൂലമായ അന്തരീക്ഷമുണ്ടാക്കി ഞങ്ങൾ നന്നായി മുന്നോട്ട് പോകുന്നു. നിനക്കതിൽ വല്ല അസൂയുണ്ടെങ്കിൽ അത് ചുരുട്ടി കയ്യിൽ വെച്ചു. നീ പോയി നിന്റെ ഭാര്യയെ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുക. അല്ലാതെ അമ്മായിയമ്മയുടെ പുറകെ ബൈനോക്കുലറും പിടിച്ച് നടക്കേണ്ട കാര്യമില്ല. മനസ്സിലായല്ലോ എൻ്റെ ആഗ്രഹങ്ങളൊക്കെ? ഞാൻ പറഞ്ഞു, എന്നാലും അമ്മേ അതൊന്നും ശരിയാകില്ല. ശരിയാകില്ലെങ്കിൽ ഞാൻ ഒരു കാര്യം പറയാം. ഞാൻ ഈ കാര്യങ്ങൾ അങ്ങ് നിർത്താം. ഞാനിവിടെ തന്നെയാണല്ലോ താമസിക്കുന്നത്. നീ ഇതേ ഈ സമയത്ത് ഒരു 5:30 ആകുമ്പോഴേക്കോ അല്ല 4 മണി കഴിയുമ്പോഴേക്കോ വരിക. ഒരു 2 മണിക്കൂർ ഇവിടെ ചിലവഴിക്കുക. നീ എന്തായാലും എൻ്റെ ആഗ്രഹങ്ങൾക്കും മറ്റു കാര്യങ്ങൾക്കുമൊക്കെ എതിരാണല്ലോ. എനിക്കാണെങ്കിൽ ഒട്ട് ഇതൊന്നുമില്ലാതെ മുന്നോട്ട് പോകാനും പറ്റില്ല. ആ ചെക്കനെ നമുക്ക് പറഞ്ഞു വിടാം. പകരം നീ ഇങ്ങ് വന്നു, അപ്പോൾ നിനക്ക് കംപ്ലൈൻ്റ് ഇല്ലല്ലോ. അമ്മേ അതല്ല, അമ്മയ്ക്ക് ഇനി കല്യാണം കഴിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് കല്യാണം ആലോചിക്കാം. താല്പര്യമില്ല, അതിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് ഇതിൽ 2 വഴി നീ തിരഞ്ഞെടുക്കുക. ഒന്നുകിൽ എൻ്റെ കാര്യങ്ങൾ കണ്ടില്ല കേട്ടില്ല നടിക്കുക, അല്ലെങ്കിൽ ഞാൻ എല്ലാം നിർത്താം. പകരം നീ ഇങ്ങോട്ട് വരിക. ഇതിൽ ഏതാണ് നീ അംഗീകരിക്കുന്നത്? എന്നാലും അമ്മ കുറച്ചുകൂടിയൊക്കെ പ്രായത്തിന് പക്വത കാണിക്കണ്ടേ? എനിക്കിത്രയും പക്വതയുള്ളൂ. ഇനി കൂടുതൽ പക്വത കാണിച്ചിട്ട് ഈ വീട്ടിൽ വെറുതെ അടങ്ങി ഒതുങ്ങിയിരിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. നിനക്ക് പറ്റുമോ ഇല്ലയോ എന്നുള്ളത് ഇപ്പം വേണമെങ്കിലും നിനക്ക് തെളിയിക്കാവുന്നതാണ്. ഞാൻ പറഞ്ഞ അമ്മ എന്തൊക്കെയാണ് പറഞ്ഞത്? ഞാൻ പച്ചയായ സത്യമാണ് പറയുന്നതും. ഒരു സ്ത്രീക്ക് വേണ്ടത് എന്താണെന്ന് എപ്പോഴെങ്കിലും ആരോടെങ്കിലും പറയണ്ടേ? അതുകൊണ്ട് എനിക്ക് വേണ്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. നീ ഇനി തീരുമാനം എടുക്കാം. ഇനി ഇങ്ങനെ ആരും വീട്ടിൽ വരണ്ടെന്നുണ്ടെങ്കിൽ നിന്നെ ഞാൻ വിളിക്കുമ്പോൾ നീ ഉച്ച കഴിഞ്ഞ് വന്നാൽ മതി. നിനക്കപ്പോഴേക്കും സാധാരണ രീതിയിൽ നിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ തൊഴിൽ സ്ഥലത്ത് ചെയ്തിട്ട് അത് കഴിഞ്ഞ് ഒരു കാപ്പി കുടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വരുന്ന പോലെ വരാം. കാപ്പി കുടിച്ചു കഴിഞ്ഞ് നീ നിൻ്റെ ബിസിനസ് നോക്കുന്നു, സാധാരണ രീതിയിൽ ഭാര്യയുടെ അടുത്തേക്ക് ചെല്ലുന്നു. അപ്പോൾ എല്ലാം ഓക്കെ ആകും. പിന്നെ മരുമകൻ എന്നെ ഒന്ന് നോക്കാൻ വരുന്നു. അത്രയേ ഉള്ളൂ. സിമ്പിളാണ്. ഇതിൽ ഏതാണ് നീ സ്വീകരിക്കുന്നതെന്ന് ഒന്ന് ആലോചിക്കുക. എന്നിട്ട് മാത്രം ഇനി ബാക്കിയുള്ള
മനസ്സിലുള്ള കാര്യങ്ങൾ പറയുക എന്ന് പറഞ്ഞു. ഞാനപ്പോൾ പിണങ്ങിയിറങ്ങിപ്പോന്നു. പക്ഷേ അമ്മായിമ്മ എന്നെ നോക്കി ചിരിച്ചു. ഇതിൻ്റെയൊക്കെ പരിഹാരം നീ കണ്ടെത്തി കൊണ്ടുവന്നു കഴിഞ്ഞാൽ നീ മിടുക്കനാണ്. ഇല്ലെങ്കിൽ എൻ്റെ കാര്യത്തിൽ നീ ഇടപെടരുത്. എൻ്റെ മോനോടോ മോളോടോ പറഞ്ഞ് എന്നെ നാറ്റിക്കുകയാണെങ്കിലും എനിക്ക് പ്രശ്നമില്ല. അപ്പോൾ നീയും ഇതിനൊരു കാരണക്കാരനാണ് എൻ്റെ കൂടെ ഉണ്ടെന്ന് ഞാനങ്ങ് പറയും. വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും എനിക്ക് ഇനി മുന്നേ പിന്നെ നോക്കാനില്ല. അതുകൊണ്ട് വാണിങ്ങി തരാൻ വന്ന നീ ഈ കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് തിരിച്ച് വീട്ടിൽ പോകാമെന്ന് പറഞ്ഞു. ഞാൻ ഒന്നും മിണ്ടിയില്ല. പെട്ടെന്ന് കാറുമെടുത്ത് ഞാനെങ്കിൽ പോന്നു. എൻ്റെ ഉള്ളിൽ ആകെ സംഘർഷമായിരുന്നു. ഉപദേശിക്കാൻ ചെന്ന ഞാൻ ആരായി? അമ്മയപ്പോൾ രണ്ടും കൽപ്പിച്ച് ഇറങ്ങിയിരിക്കുകയാണ്. ശരി, പുള്ളിക്കാരുടെ കാര്യത്തിൽ ഞാൻ ഇടപെടുന്നില്ല. ആ ചാപ്റ്റർ ഞാൻ ക്ലോസ് ചെയ്തു. എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചു. പക്ഷെ പിന്നീട് അമ്മ ഒന്നിലോട്ട് ദിവസങ്ങൾ എന്നെ വിളിക്കും. എടാ, എന്തായി തീരുമാനം? ഞാൻ പറഞ്ഞു ഞാനത് എഴുതിത്തള്ളി. അമ്മയായി, അമ്മയുടെ പാടായി എന്ന് പറഞ്ഞപ്പോൾ അമ്മ പറയുകയാണ്, ആഹാ, അത്ര പെട്ടെന്ന് എഴുതിത്തള്ളല്ലേ? ആ ചെക്കൻ ചെറിയൊരു സഹായമായിട്ട് മാത്രമേ ഞാൻ മനസ്സിൽ കണക്ക് കൂട്ടിയിട്ടുള്ളൂ. സത്യം പറഞ്ഞാൽ എനിക്ക് വലിയൊരു സഹായമാണ് ആവശ്യം. ആ സഹായം നിന്നിൽ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് നീ തന്നെ വരുമെന്ന് എനിക്കറിയാം. ഇല്ലെങ്കിൽ ഞാൻ വരുത്തും. അമ്മ എന്തൊക്കെയാണ് പറഞ്ഞതെന്ന് അമ്മയ്ക്ക് ബോധ്യമുണ്ടോ? പിന്നെ ബോധ്യമുണ്ട്. എൻ്റെ കാര്യങ്ങളിൽ ആദ്യം ബോധ്യവും ഇൻട്രസ്റ്റൊക്കെ തോന്നിയത് നിനക്കല്ലേ? അപ്പോൾ നിനക്ക് നന്നായിട്ട് മനസ്സിലാകും. എനിക്ക് നല്ല ബോധ്യമുണ്ട്. പിന്നെ ഈ സംഭാഷണങ്ങളൊക്കെ റെക്കോർഡ് ചെയ്ത് എൻ്റെ മോളെ കാണിച്ചാലും മോനെ കാണിച്ചാലും എനിക്ക് ഒന്നുമില്ല, പ്രശ്നമേ ഇല്ല. ഞാനേ നിന്നെ തന്നെ പ്രതീക്ഷിച്ചിരിക്കണം. അതുകൊണ്ട് വന്നാൽ നിനക്ക് കൊള്ളാം. അല്ലെങ്കിൽ പ്ലംബർ പോയി, ചിലപ്പോൾ ഇലക്ട്രീഷ്യൻ വരും. ഇലക്ട്രീഷ്യൻ പോയി ചിലപ്പോൾ വേറെ ആരെങ്കിലും വരും. അതുകൊണ്ട് ഇവിടെ കടൽ പോലെ പ്രളയം ഉണ്ടാക്കാതെ നീ ഒരു കാര്യം ചെയ്യുക, ഇങ്ങോട്ട് വരിക. നീ തന്നെയാണ് എൻ്റെ യഥാർത്ഥ ലക്ഷ്യമെന്ന് എൻ്റെ മനസ്സ് പറയുന്നു. അതുകൊണ്ട് 4 മണി, 5 മണി, 5:30, 6 മണി എപ്പോൾ വേണമെങ്കിലും നീ വരിക. ഉച്ച കഴിഞ്ഞേ വരാവൂ. കാര്യം രാവിലെയില്ലേ ഇവിടെ അയൽക്കാരുടെ നോട്ടം ഒത്തിരി അധികമാണ്. ഞാനൊന്നും പറഞ്ഞില്ല. പക്ഷേ സ്ഥിരമായിട്ട് അമ്മായിമ്മ എന്നെ വിളിക്കാൻ തുടങ്ങി. നീ ഇന്ന് വരണം. എനിക്ക് മറ്റവനെ പറഞ്ഞു വിടണമെന്ന് ആഗ്രഹമുണ്ട്. അവൻ ഇപ്പോൾ കൂടുതൽ പൊസസീവായി വരികയാണ്. ശരിയാകില്ല. എന്തിനാണ് നീ ഉള്ളപ്പോൾ ഞാൻ വെറുതെ വയ്യാവേലികൾ വലിച്ചു വയ്ക്കുന്നത്? വാ ഇവിടെ എന്ന് പറഞ്ഞ് എന്നെ നിർബന്ധിക്കാൻ തുടങ്ങി. അങ്ങനെ ഞാൻ അമ്മയെന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി പോയതാണ്. പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും അമ്മയ്ക്ക് ഒന്നും പറയണ്ട. എടാ, പറയാൻ എനിക്ക് ഒന്നുമില്ല, പ്രവൃത്തികൾ മാത്രമേ ഉള്ളൂ. നീ കൂടുതൽ ഒന്നും പറയണ്ട. എൻ്റെ കാര്യങ്ങൾ വന്ന് ചുഴിഞ്ഞ് കണ്ടുപിടിച്ചവനല്ലേ? അപ്പോൾ ഇതിൻ്റെ എല്ലാ പരിഹാരങ്ങളും നിൻ്റെ കയ്യിലുണ്ട്. ഉണ്ടോയെന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് അമ്മ അടുത്തേക്ക് വന്നപ്പോൾ ഞാൻ പറഞ്ഞു, അമ്മേ, ശരിയാകില്ലെന്ന്. ശരിയാകും. നിനക്ക് ശരിയാകാനുള്ള എല്ലാ ഫീച്ചേഴ്സും ഉണ്ടെന്ന് എനിക്കറിയാം. എൻ്റെ മോള് എന്നെപ്പോൾ തന്നെയാണല്ലോ. അവളാണെങ്കിൽ നിന്നെ ഒത്തിരി ആരാധിക്കുന്നുണ്ട്, സ്നേഹിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ എന്താണ് കുഴപ്പം? ഒരു കുഴപ്പവുമില്ല. എന്തായാലും എൻ്റെ കാര്യത്തിൽ നിനക്ക് ഒത്തിരി ഇൻട്രസ്റ്റ് ഉണ്ടല്ലോ. അതുകൊണ്ട് എനിക്കും ഇൻട്രസ്റ്റ് ഉണ്ട്. വാ ഇവിടെ എന്ന് പറഞ്ഞ് അമ്മായിയമ്മ അധികാരം സ്ഥാപിക്കുകയായിരുന്നു. എനിക്ക് അത് എതിർക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ അക്ഷരാർത്ഥത്തിൽ എനിക്കതിന് കഴിഞ്ഞില്ല. ഒരു മനമോഹിനിയായി അവർ ഉറഞ്ഞു തുള്ളുകയായിരുന്നു. പിന്നെ എനിക്ക് ആ പ്രളയക്കടലിൽ ഒഴുകിപ്പോകാൻ മാത്രമേ പറ്റിയുള്ളൂ. പിന്നെ ആദ്യത്തെ ഒരു വട്ടം എന്ന് പറയുമ്പോഴേക്കും ഏതൊരാൾക്കും സംഭ്രമമായിരിക്കും. പക്ഷേ പിന്നീട് അത്തരം കാര്യങ്ങളെ പറ്റിയിട്ടുള്ള പ്രശ്നങ്ങൾ മനസ്സിൽ നിന്ന് ഒഴിഞ്ഞു പോവുകയും പിന്നെയും പിന്നെയും എല്ലാം വേണം വേണം എന്ന് തോന്നുകയും ചെയ്യും. അതുതന്നെ എൻ്റെ മനസ്സിലും തോന്നി. എന്തോ എൻ്റെ ഭാര്യയുടെ സ്നേഹത്തെക്കാൾ വലിയ കാര്യങ്ങൾ അവിടെ ഉണ്ടെന്ന് എനിക്ക് തോന്നി. അമ്മായിമ്മ എന്നെ വിളിക്കും. ചില സമയത്തൊക്കെ അവർ ഉച്ച കഴിഞ്ഞാണ് വിളിക്കുന്നത്. രാവിലെ അവർ വിളിക്കാറില്ല. ഉച്ച കഴിയുമ്പോഴേക്കും കോൾ വരുമ്പോഴേ എനിക്കറിയാം ചെല്ലണം. ചെന്നില്ലെങ്കിൽ അവർ എന്നോട് പറയും, നീ വന്നില്ലെങ്കിൽ ഇവിടെ ഇനി ജാഥയായിരിക്കും എന്ന് പറയും. ഇതൊക്കെ കേട്ടിട്ട് എനിക്ക് നിൽക്കപ്പുറത്തില്ലാതാകും. ഞാൻ അവിടെ ചെന്ന് അമ്മയെ സ്വാന്തനിപ്പിക്കും, സമാധാനിക്കും. എന്നിട്ട് അമ്മ എന്നോട് പറഞ്ഞു, എപ്പോഴും നീ എൻ്റെ കൂടെ വേണം. നീ ഏതെങ്കിലും രീതിയിൽ എന്നോട് അകന്നു പോവുകയാണെങ്കിൽ പിന്നെ ഞാൻ മുന്നും പിന്നും നോക്കില്ല. സമൂഹത്തെയോ കുടുംബത്തെയോ ഒന്നും നോക്കാതെ ഞാൻ ഇറങ്ങി നടന്ന് നൃത്തം ചെയ്യും. ആരറിഞ്ഞാലും ഒരു കുഴപ്പവുമില്ല. നിനക്ക് വേണ്ടിയിട്ട് ഞാൻ എല്ലാവരെയും പറഞ്ഞു വിട്ടു. ഇനിയിപ്പോൾ നീ ഞാൻ പറഞ്ഞത് കേട്ടോണം എന്ന് പറഞ്ഞു. പലപ്പോഴും ഞാൻ എതിർത്ത് സംസാരിക്കുമെങ്കിലും അവർ അവസാനമാകുമ്പോഴേക്കും ആ വലയിൽ എന്നെ വീഴ്ത്തും. ഞാൻ അടിക്കടി അറിയാതെ ഓടിപ്പോകുന്നു. അറിയാതെന്ന് പറയാൻ പറ്റില്ല, അറിഞ്ഞുകൊണ്ട് തന്നെയാണ്. എന്തോ മാസ്മരികമായ ഒരു ശക്തി അവർക്കുണ്ട്.
എന്താണ് ഇങ്ങനെയെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഞാൻ മാഡത്തിന് ചാനലിലെ കുറേ കഥകളൊക്കെ കേട്ടിട്ടുണ്ട്. അതിലെല്ലാം സംഭവിക്കുന്ന പോലെ എനിക്കും കേട്ടിട്ടും കണ്ടിട്ടും ഒക്കെ അറിയാതെ ആ അട്രാക്ഷനിലേക്ക് ഞാൻ വീണു പോവുകയാണ്. എനിക്ക് എന്ത് ചെയ്യണമെന്ന് പിടിയില്ല. എങ്കിലും വിദഗ്ധമായി ഞാനെല്ലാം മാനേജ് ചെയ്യുന്നുണ്ടെന്നാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. ആണുങ്ങൾക്കാണെങ്കിലും പെണ്ണുങ്ങൾക്കാണെങ്കിലും അവർക്ക് ഇഷ്ടമുള്ള ആൾ, ഇഷ്ടമുള്ള സാഹചര്യം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒത്തുചേർന്ന് വരുമ്പോഴേക്കും ഇവിടെ സദാചാരവും മറ്റു കാര്യങ്ങളൊന്നും നോക്കാതെ, ഒരു ഭവിഷ്യത്തും നോക്കാതെ ഇതിനുള്ളിലേക്ക് ഇറങ്ങിപ്പോകുന്ന ഒത്തിരി ആളുകളുണ്ട്. അത് അനുകൂല സാഹചര്യങ്ങൾ ഉണ്ടായിട്ടാകാം. കൂടുതലും അനുകൂലമായ സാഹചര്യങ്ങൾ എപ്പോഴും ഉള്ളപ്പോൾ അതിൽ നിന്ന് മാറി നടക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. കാര്യം ചിലപ്പോൾ അതിന് കഠിനമായ ഒരു മനസ്സ് അല്ലെങ്കിൽ മനഃശക്തി വേണ്ടിവരും. അതൊന്നും മിക്കവാറും ആളുകൾക്ക് കാണില്ല. പക്ഷേ എന്നാലും നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ പറ്റില്ല. തീർച്ചയായും നിങ്ങളുടെ ഭാര്യയോ അല്ലെങ്കിൽ ആരെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ കുടുംബം മുഴുവനും അത് താറുമാറാകും. അതുകൊണ്ട് തന്നെ ഇത് റിസ്ക് ആണെന്ന് അറിയാമല്ലോ. നിങ്ങൾക്ക് സ്വയം നിയന്ത്രിക്കാൻ പറ്റില്ലെങ്കിൽ പതുക്കെ പതുക്കെ ഈ ബന്ധത്തിൽ നിന്ന് പിന്മാറുന്നതാണ് നല്ലത്. അവർക്ക് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇഷ്ടംപോലെ സുഹൃത്തുക്കളും ഒക്കെ ഉണ്ടല്ലോ, അവരതിൻ്റെ വഴിക്ക് പോയിക്കോട്ടെ. നിങ്ങളെന്തിനാണ് അതിന് ഇടങ്കോലിടാൻ നിൽക്കുന്നത്? അവർക്ക് എന്തെങ്കിലും അപമാനം ഉണ്ടാകണമെങ്കിൽ അവരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യമല്ലേ, അവർ തന്നെ അത് ശരിയാക്കിക്കോളെന്ന് വിചാരിക്കുക. അല്ലാതിപ്പം അവരുടെ എല്ലാ നല്ല കാര്യങ്ങളും സദാചാരങ്ങളും അഭിമാനങ്ങളും ഒന്നും നിങ്ങൾ ഏറ്റെടുക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ അവരുടെ കാര്യത്തിൽ കൈയിടാൻ പോകേണ്ട കാര്യമില്ലായിരുന്നു. പിന്നെ നിങ്ങൾ അതൊക്കെ ചോദിക്കാൻ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും അവരതൊരു അവസരമാക്കിയെടുത്തു. പിന്നെ ഞാൻ ചോദിക്കുന്നത്, ഇപ്പം നിങ്ങൾ ആ ബന്ധത്തിൽ നിന്ന് പിന്മാറുന്നു വെച്ചു, അവരെ ഇറങ്ങിയിട്ട് നൃത്തം കളിക്കുകയോ പ്രളയം ഉണ്ടാക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ? നിങ്ങൾക്കൊന്നുമില്ല. അവരുടെ കാര്യത്തിൽ അവർ നോക്കിക്കോളും. അവരെ ടെക്നീഷ്യനെ വിളിച്ച് വരുത്തുകയോ ഫാൻ നന്നാക്കാനോ അല്ലെങ്കിൽ കുട നന്നാക്കാനോ ആരെങ്കിലുമൊക്കെ വന്നോട്ടെ. നിങ്ങൾക്ക് എന്താണ് ഇത്ര വലിയ സെൻറ്റിമെൻറ്റ്സ്? അങ്ങനെ അന്യരുടെ കാര്യത്തിൽ ഇതിപ്പോൾ അമ്മായിമ്മയാണെങ്കിലും അധികം കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. വ്യക്തിപരമായ കാര്യമാണെന്ന് വിചാരിച്ച് നിങ്ങൾക്ക് അതിൽ നിന്ന് മാറി നിൽക്കരുതോ? അതല്ലേ നല്ലത്.